We have a story. ഒരു ചെറിയ കഥ. സെപ്റ്റംബർ 22. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. ആർക്കും ആരെയും അറിയില്ല. എങ്ങനെ അറിയാനാ? എവിടെ നിൽക്കാ ഓരോന്ന് കെട്ടിയെടുത്തേക്കുന്നു. നമ്മ കാസർഗോഡ് നിന്ന് വരുന്നത് ഇപ്പാ. ആലപ്പുഴ. ഞാൻ കൊല്ലത്ത് നിന്നാണ്. എറണാകുളം. നമ്മൾ കണ്ണൂർ. പത്തനംതിട്ട. ഞങ്ങൾ കോഴിക്കോടാട്ടോ. കൊല്ലം. ദാസ നമ്മളും കണ്ണൂര്. ഞാനുണ്ട്. ആലപ്പുഴ. ട്രിവാൻഡ്രം. ഐ എം ഫ്രോം ഡൽഹി. ശ്രീലങ്ക. പാലക്കാട് കടലുണ്ട് എന്ന് പറഞ്ഞ ടീംസ് വരെ ഉണ്ട് ഇവിടെ. ഇതിന്റെ ഒക്കെ ഇടയിൽ ക്ലാസ്സും അസൈൻമെന്റും പിന്നെ സീരീസ് ടെസ്റ്റ്. പിന്നെ റാഗിങ്. ഓ ഗോഡ്, വൈ ഡിഡ് ഐ കം ഹിയർ? കാശ് ഭയ്യ ആത്തി നെയ്. എനിക്ക് കോളേജ് ഇഷ്ടമില്ല. ആകെ ശോകം സീനായി. കോളേജിന്റെ രീതികളുമായി ഞങ്ങൾ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു സെമസ്റ്റർ അങ്ങ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ കളർ കയറാൻ തുടങ്ങി. പരിപാടി നമ്മൾ പൊളിച്ചു. പിന്നെ സെക്കൻഡ് ഇയർ. അങ്ങനെ നമ്മൾ കുട്ടി സീനിയേഴ്സായി. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. രണ്ടവന്മാർ സീറ്റിലേക്ക് ചാടി. തൃശ്ശൂരിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഒരെണ്ണം ഇങ്ങോട്ടും പോന്നു. എഞ്ചിനീയറിംഗ് സ്വപ്നവുമായി നാളെ ലെറ്റുകാരൻ ഞങ്ങളുടെ കൂടെ ചേർന്നു. പിന്നെ നമ്മുടെ ഓണം സെലിബ്രേഷൻ. തെങ്കാശി വരെ പോയി പൂവും വാങ്ങിക്കണമെന്ന് കിട്ടി. പിന്നെ ആർട്സ് ഫെസ്റ്റ്. ക്ലാസ്സിലെ കലാകാരന്മാരെ തലപൊക്കി തുടങ്ങി. ഇതിനിടയിൽ പല കളികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ FB-യിലും SMS-ലൊക്കെ ആയി കുറെ പാലങ്ങൾ പൊങ്ങി. ക്ലാസ്സിലെ കോഴി ലിസ്റ്റ് എല്ലാ ആഴ്ചയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു. ഇതിനിടെ ക്ലാസ്സിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. വീണ്ടും ശോകം. അങ്ങനെ ഇരിക്കെ കട്ടകളും കോഴികളും ഒന്നിച്ചൊരു തീരുമാനം. ഒരു ട്രിപ്പ് ഇട്ടാലോ? ബസ് ബുക്ക് ചെയ്യലും തിരുവനന്തപുരത്തേക്ക് പോക്കും എല്ലാം വളരെ പെട്ടെന്ന്. വർക്കല എത്തി. അതോടെ കുറെ കോഴികൾ കട്ടകളായി. കുറെ കട്ടകള് കോഴികളായി. അങ്ങനെ ഒരു പിടി വേദനകളും അതിലുപരി സന്തോഷങ്ങളുമായി ഞങ്ങൾ തേടിയിലേക്ക് കടന്നു. ഓൾ ഇന്ത്യ ടൂർ. അതൊരു സംഭവം. ട്രെയിൻ മിസ്സായ ദിവസം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ സംഭവം എനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. അതൊരു അനുഭവമായിരുന്നു. Probably those are the most memorable 15 days of my life. അപ്പം നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? ടൂർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ക്ലാസ് ആയത്. പിന്നെ സമയം പോയത് അറിഞ്ഞിട്ടേയില്ല. കോഞ്ചു നടക്കാതെ ആകെ മൂഞ്ചി തള്ളിയിരിക്കുമ്പോഴാണ് ടെസോറോ വന്നത്. ടെസോറോ ഒരു നാഷണൽ ലെവൽ എന്തായിരുന്നാലേ. അങ്ങനെ ഊണും ഉറക്കവും ഇല്ലാത്ത കുറേ രാത്രികൾ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 6 കഴിഞ്ഞു.
ഫോർത്ത് ഇയർ അഥവാ ഫൈനൽ ഇയർ. 3 വർഷം കൊണ്ട് എന്തൊക്കെയാ മാറിയേ? അങ്ങനെ നമ്മൾ കോളേജിലെ തലമൂത്ത സീനിയേഴ്സായി. അങ്ങനെ കുട്ടികളായി വന്ന് നമ്മൾ കുറച്ച് ജീവിതമൊക്കെ പഠിച്ചു. ഓരോരുത്തരായി ജോലിക്കാരായി, ചിലർ സെറ്റായി. നോട്ട് ടു മെൻഷൻ ദി ബർത്ത്ഡേ ബംസ്. അടിയും ട്രീറ്റും കേക്കും ഒക്കെ അതെല്ലാം ഞങ്ങൾ ആഘോഷിച്ചു. സംഭവങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സംഭവം കൂടി നടന്നു. 17 വർഷമായി മുടങ്ങിക്കിടന്ന നമ്മുടെ ഉത്സവം ഋതു അത് നമ്മളങ്ങ് നടത്തി. ഊണ് ഉറക്കവും പിന്നെയും പോയി. അവസാനം ബോധവും. എന്നാൽ 3 ദിവസം നമ്മൾ തകർത്തു. ഋതു കഴിഞ്ഞതോടെ എല്ലാം പഴയതുപോലായി. അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്റ്റ്, പിന്നെ പ്ലേസ്മെന്റ്. വീണ്ടും ഓണാഘോഷം. ഇത്തവണത്തെ പൂക്കള മത്സരം നമ്മൾ തന്നെ ജയിച്ചു. അങ്ങനെ വീണ്ടും ഒരു സെപ്റ്റംബർ 22 കൂടി. നമ്മുടെ അവസാനത്തെ ബാച്ച്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. വി ആർ നോ മോർ ദ സെയിം പീപ്പിൾ വി വർ 3 years back. A lot has changed. We have been through a lot, but we have been through all that together. അവിടം വരെ എത്തിനിൽക്കുന്നു ഞങ്ങളുടെ കഥ. എന്ന് വെച്ച് കഥ തീർന്നിട്ടൊന്നുമില്ല. തൽക്കാലം ഞങ്ങൾ ഇവിടെ ശരി.